എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് UDF വിട്ടുനിൽക്കും. 14 സീറ്റുള്ള UDF ആണ് ഏറ്റവും വലിയ കക്ഷി. പട്ടികവർഗ സംവരണമായ പഞ്ചായത്തിൽ UDF-ന് അംഗമില്ല. LDF-നും BJP-ക്കും ഓരോ പട്ടികവർഗ അംഗമുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, എന്താണ് ഇപ്പോൾ കോട്ടയത്തെ ഒരു സ്ഥിതി? എരുമേലി പഞ്ചായത്തിൽ എന്താണ് നടക്കുന്നത്? എരുമേലി പഞ്ചായത്തിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇത്തവണയും സമാനമായ സാഹചര്യമാണ്. കാരണം ഇത്തവണ UDF-ന് ഭൂരിപക്ഷമുണ്ട്. പക്ഷേ UDF-ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിരിക്കുന്നത് പട്ടികവർഗ വിഭാഗത്തിലാണ്. UDF-ന് ഒരു പട്ടികവർഗ വിഭാഗത്തെയാണ് മത്സരിപ്പിച്ചത്. ആ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. പിന്നെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും വിജയിച്ചത് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളും BJP-യുടെ ഒരംഗവുമാണ്. അതുകൊണ്ട് തന്നെ LDF-ന് 7 അംഗങ്ങളാണ് പഞ്ചായത്തിലുള്ളത്. ഭരിക്കാനുള്ള ഭൂരിപക്ഷം നിലവിൽ പഞ്ചായത്തിലില്ല. പക്ഷേ UDF-ന് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. പക്ഷേ UDF-ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും UDF വിട്ടുനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോറം തികയാതെ വരുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. ആ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എരുമേലി പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്നും ഉണ്ടാവില്ല. വീണ്ടും അടുത്ത ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമാവും ഉണ്ടാവുക. സിജു, സനോജ്, ഒരുപക്ഷെ സംസ്ഥാനത്തിന് ഏറ്റവും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് എരുമേലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സാധാരണ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, കാരണം UDF-നാണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത്, പക്ഷേ അവിടെ ഈ പട്ടികവർഗ സംവരണമായതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കാനും കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ സാധാരണ കമ്മീഷൻ എന്താണ് ചെയ്യാറുള്ളത്? അത് കമ്മീഷൻ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? കോറം തികയാതെ വന്നാൽ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. അതാണ് അതിന്റെ ചട്ടം. അപ്പോൾ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് UDF അംഗങ്ങൾ വിട്ടുനിൽക്കുമ്പോൾ കോറം തികയാതെ വരികയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. സ്വാഭാവികമായും വീണ്ടും സമാനമായ രീതിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കും. അന്ന് കോറം തികഞ്ഞില്ല എങ്കിൽ കൂടിയും നിലവിൽ വിജയിക്കപ്പെട്ട പ്രസിഡന്റ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളെ തെരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുക. പക്ഷേ ആദ്യം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്, ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കോറം തികയാത്തതിന്റെ പേരിൽ നടത്താൻ കഴിയാതെ വരികയും പിന്നീട് രണ്ടാമത് വിളിച്ചു ചേർക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോറം തികഞ്ഞില്ലെങ്കിൽ കൂടിയും നിലവിൽ വിജയിച്ചു വന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സിജു.